ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാചകക്കലയുടെ പുതിയൊരു ഐറ്റമായിട്ടാണ്. ഈ ഒരു പരീക്ഷണം എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ അമ്മായിമാൻ്റെ അടുത്തു നിന്നാണ്. എന്തായാലും ഈ ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വലിയുള്ളി, അതുപോലെ പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറിയാണ് ഇതിന് ആവശ്യമുള്ളത്. ഉപ്പുമാവ് പോലെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ അതുപോലെ തക്കാളി, ക്യാബേജ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ കടുകിട്ട് നന്നായിട്ട് പൊട്ടിക്കണേ. ഇവിടെ ഉമ്മാക്ക് കടുക് നന്നായിട്ട് പൊട്ടിക്കണം. അതുകൊണ്ട് തന്നെ പൊട്ടിയതിന് ശേഷം തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി അവിടെ വാടിക്കോട്ടെ. നമുക്ക് അപ്പോഴേക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പച്ചക്കറി മാത്രമാണ് എടുത്തിട്ടുള്ളത്. തക്കാളി, ക്യാരറ്റും ബീൻസും പിന്നെ പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ് 2 പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ സേമിയ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഐറ്റം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പല രീതിയിൽ ഉപ്പുമാവുകൾ ഉണ്ടാക്കുന്നവരുണ്ടല്ലേ. ഞാൻ ഈ ഒരു സേമിയ ഉപ്പുമാവ് ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാക്ക് ഇതുപോലെ രാത്രി അരിഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ഐറ്റംസാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം ഈ ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഡയറ്റ് ആയതുകൊണ്ട് ഞാനും ഇതിന്ന് കൈയിട്ട് വരെ കഴിക്കാറുണ്ട്. എനിക്കും ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. പച്ചക്കറികൾ നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. കാരണം നമ്മൾ ഉപ്പുമാവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ പച്ചക്കറികളും ഈ ഒരു ഉപ്പുമാവിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ഹെൽത്തിയും പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് വയറ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടിയില്ല. അപ്പോൾ നമുക്ക് ഡയറ്റ് യൂസ് ചെയ്യുന്നവരൊക്കെ മസ്റ്റായിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് അപ്പോഴേക്ക് നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അത് എന്തൊരു ബ്രൗണിഷ് കളറായപ്പോൾ ഞാൻ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മുരിയണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ തക്കാളി കൂടെ നമുക്ക് കുറച്ച് വാടാനുണ്ട്. അപ്പോൾ അത് വാടിയതിന് ശേഷം നമുക്ക് അടുത്ത പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സിമ്മിൽ തീയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തക്കാളിയും വാട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തക്കാളി കുറച്ചൊന്ന് വാടിയതിന് ശേഷം എല്ലാ പച്ചക്കറികളും ഒന്നായിട്ട് മിക്സ് ആയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു സമയത്ത് ക്യാബേജ് ഞാൻ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ അത് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്നത് പോലെ ഉണ്ടല്ലേ. പക്ഷെ എന്താ നല്ലൊരു കളർഫുൾ ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കഴിക്കാനുള്ള ഒരു ടെൻഡൻസി തന്നെ ഉണ്ടാവും. പച്ചക്കറികളൊക്കെ സിമ്മ് തീയിൽ കിടന്നിട്ട് ഒന്ന് ആവട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള അതേ ക്യാരറ്റ് സേമിയാണ് കേട്ടോ ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. ക്യാരറ്റിൻ്റെ ഒരു സേമിയത്തിൻ്റെതാണ്. അത് നന്നായിട്ട് നല്ല ഒരു നൈസായിട്ടുള്ള സേമിയായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ ഒരു നീളത്തിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് പൊടിച്ചതേ ഇതുപോലെ കൈകൊണ്ട് തന്നെ ഉണ്ടോ പൊടിച്ചിട്ടുള്ളത്. അപ്പോഴേക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉപ്പിട്ടാൽ മറക്കരുതേ. അങ്ങനെ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ തിളക്കുന്ന ആ വെള്ളത്തിലേക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ കണക്കും സേമിയത്തിൻ്റെ കണക്കും ഒന്നും ഏകദേശം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു ഇത്ര ഇതിൽ നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളത് സിമ്മിൽ ഇങ്ങനെ കിടന്നിട്ട് നമുക്കത് കാരണം നൈസ് സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. അപ്പോൾ അത്യാവശ്യം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അത് ചൂടോടൊക്കെ കഴിക്കാനാണ് കേട്ടോ രസം. കാരണം ചൂടാറിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ ഉപ്പുമാവ് എങ്ങനെ കട്ട് പിടിക്കുന്നത് പോലെ കട്ട് പിടിക്കും. അപ്പോൾ കട്ട് പിടിച്ചാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മളത് വേവുന്ന സമയമാവുന്നത്. അപ്പോൾ ആ സമയത്തിന് ഞാൻ ലാസ്റ്റ് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. സേമിയ ഉപ്പുമാവ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഡയറ്റൊക്കെ എടുക്കുന്നവരാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.